സോ ഇന്ന് ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സിന്റെ റിവിഷൻ പാർട്ട് നമുക്ക് നോക്കാം. ഇന്ന് ഈ ടോപ്പിക്കുകളെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് മറ്റൊരു ക്ലാസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളിക്കുകയായിരുന്നു. അപ്പോൾ ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ പക്ഷേ ഞാൻ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക ദ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ്. സോ ഇതിൽ നമുക്ക് റിവിഷൻ ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കാൻ പറ്റുന്നത്. സോ ആദ്യം നമ്മൾ ലേസേഴ്സിനെ പറ്റി പഠിക്കാനായിരുന്നു തുടങ്ങിയിരുന്നത്. സോ വി വേർ സ്റ്റാർട്ടഡ് വിത്ത് എ സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ. സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ വെച്ചിട്ടായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കാരണം ലേസറിന്റെ ആക്ഷനെ പറ്റി പഠിക്കണമെങ്കിൽ ലേസറിന്റെ അക്രോണിമം നിങ്ങൾക്കറിയാം, ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ എന്താണ് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ ആദ്യം പഠിക്കണം. കാരണം ആദ്യം അബ്സോർബ് ചെയ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോയിട്ടാണ് എമിഷൻ നടക്കുക. അപ്പൊ അതുകൊണ്ട് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ ആയിരുന്നു പറഞ്ഞത്. അതായത് ഒരു ഫോട്ടോൺ ഉണ്ട് എങ്കിൽ ആ ഫോട്ടോൺ ഒരു ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് ഒരു നിശ്ചിത എനർജി വ്യത്യാസം ഉണ്ട് എങ്കിൽ ദാറ്റ് വിൽ ബി അബ്സോർബിങ് ദാറ്റ് എനർജി ആൻഡ് ഗോയിങ് ടു ദ എക്സൈറ്റഡ് സ്റ്റേറ്റ്. അതായിരുന്നു സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു സ്പോണ്ടേനിയസ് എമിഷൻ എന്നായിരുന്നു. അപ്പൊ സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ വഴി എക്സൈറ്റഡ് സ്റ്റേറ്റിലെത്തുന്ന ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണ് അതെന്ത് ചെയ്യുന്നു, സ്പോണ്ടേനിയസ് എമിഷൻ വഴി താഴേക്ക് വരുന്നു. സ്പോണ്ടേനിയസ് എന്ന് പറയാൻ കാര്യം അതൊരു നിശ്ചിത സമയത്തേക്ക് മാത്രമേ അവിടെ നിൽക്കുകയുള്ളൂ. ആ സമയത്തിന് നമ്മൾ പറയുന്ന പേരായിരുന്നു ലൈഫ് ടൈം. അവിടുത്തെ ലൈഫ് ടൈം എന്ന് പറയുന്നത് ഏതാണ്ട് 10⁻⁸ സെക്കൻഡ്, 10 നാനോസെക്കൻഡ് ആണ് ജനറലി വരിക. ദാറ്റ് ക്യാൻ ബി വേരി വിത്ത് റെസ്പെക്ട് ടു ദി മെറ്റീരിയൽ. മെറ്റീരിയൽ മാറുന്ന അനുസരിച്ച് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് മാറുന്ന അനുസരിച്ചിട്ട് അത് ചെറിയ വേരിയേഷൻ ഉണ്ടാകും. സോ അങ്ങനെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോകുന്ന എല്ലാ ആറ്റങ്ങളും അത് എക്സൈറ്റ് ചെയ്യുന്ന ഒരു രീതി സ്പോണ്ടേനിയസ് എമിഷൻ ആണ്. എന്നാൽ സ്റ്റിമുലേറ്റഡ് എന്താണ്, ഇതേ എനർജി ഡിഫറൻസ് ഒരു ഫോട്ടോൺ വന്നു കഴിഞ്ഞാൽ ആ ഫോട്ടോൺ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിനെ ഒരു ചെറിയ ഡിസ്റ്റർബ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, ഡി എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. അപ്പൊ അങ്ങനെ ഡി എക്സൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോട്ടോൺ എന്താണോ ആ ഫോട്ടോണും അതിന്റെ കൃത്യം സെയിം കോപ്പി ആയിട്ടുള്ള മറ്റൊരു ഫോട്ടോണുമായിരുന്നു കിട്ടുന്നത്. കാരണം അത് രണ്ടും സെയിം ആയിരിക്കും അതിന്റെ വേവ് ലെങ്ത്, അതേപോലെ തന്നെ അതിന്റെ സെയിം ആയിരിക്കും അതിന്റെ ഫ്രീക്വൻസി, സെയിം ആയിരിക്കും അതിന്റെ ഫേസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ പിന്നീട് അതിന്റെ മാത്തമാറ്റിക്കൽ പാർട്ടിലേക്കായിരുന്നു വന്നത്. അതായത് സ്റ്റിമുലേറ്റഡ് എമിഷൻ പോസിബിൾ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ് ഡിറൈവ് ചെയ്യുക എന്നുള്ളതായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് ഡിറൈവ് ചെയ്തിരുന്നു. ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് -∂n/∂t = $∂n2/∂t അല്ലെങ്കിൽ dt. അത് ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒന്ന് അവിടുത്തെ എനർജി ഡെൻസിറ്റി. എന്താ ഈ സംഭവം, രണ്ട് എനർജി ലെവൽസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി, അവിടുത്തെ നമ്പർ ഓഫ് ആറ്റംസ് n1 ഉം എക്സൈറ്റഡ് സ്റ്റേറ്റ് എനർജി ഉണ്ടെന്ന് വിചാരിക്കുക. അവിടുത്തെ നമ്പർ ഓഫ് ആറ്റംസ് n2 ആണ് എങ്കിൽ n2-ൽ നിന്ന് എത്ര ആളുകൾ n1-ലേക്ക് വരും, n1-ൽ നിന്ന് എത്ര ആളുകൾ n2-ലേക്ക് പോകും എന്നുള്ള ഒരു കാൽക്കുലേഷൻ. ഫോർ എക്സാമ്പിൾ, സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷന്റെ ഒരു അളവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം n1 കുറയുന്നു എന്നാണ്. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതെന്ന് പറയുന്നത് അവിടുത്തെ പ്രോബബിലിറ്റി, അതായത് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷന്റെ പ്രോബബിലിറ്റി, എത്ര എനർജി ഡെൻസിറ്റി. എന്തുകൊണ്ട് എനർജി ഡെൻസിറ്റി വരുന്നു? എനർജി ഡെൻസിറ്റി വരാനുള്ള കാരണം എനർജി കൂടുതലുള്ള സബ്സ്റ്റൻസിലായിരിക്കും കൂടുതൽ ഫോട്ടോൺസ് ഉണ്ടാവുക. സോ ആ ഫോട്ടോൺസ് കൂടുതൽ സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ ഉണ്ടാക്കാം. അതേപോലെ തന്നെ എത്ര ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എത്ര ആറ്റങ്ങളുണ്ട് എന്ന് നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ അങ്ങനെ നമുക്കതറിയാം. സിമിലർലി എത്ര എണ്ണം ഡീകേ ചെയ്യും എന്നുള്ളത് നമുക്കറിയാനായിട്ട് പറ്റും. അങ്ങനെ സ്റ്റിമുലേറ്റഡ് എമിഷന്റെയും നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റിമുലേറ്റഡ് എമിഷന്റെയും അതേപോലെ തന്നെ എന്താണ് സ്പോണ്ടേനിയസ് എമിഷന്റെയും. നേരത്തെ ഞാൻ സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞ സംശയമുണ്ട്. സ്പോണ്ടേനിയസ് അബ്സോർപ്ഷൻ ആണ് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഫസ്റ്റ് കേസിൽ. അപ്പൊ സ്പോണ്ടേനിയസ് എമിഷന്റെയും അതേപോലെ തന്നെ സ്റ്റിമുലേറ്റഡ് എമിഷന്റെയും നമ്മൾ എത്ര പാർട്ടിക്കിൾസ് കുറയുന്നു എന്നുള്ളത് ഇവിടെ നോക്കിയാൽ അറിയാം. സ്റ്റിമുലേറ്റഡ് എമിഷനിൽ മാത്രമാണ് അവിടുത്തെ എനർജി ഡെൻസിറ്റി ബാധകമായി വരിക. ഒരു കാരണവശാലും
സ്പോണ്ടേനിയസ് എമിഷനിൽ എനർജി ഡെൻസിറ്റിയുടെ ടേം ഉണ്ടാവുകയില്ല. കാരണം എന്താ, സ്പോണ്ടേനിയസ് എമിഷനിൽ ഒരിക്കലും ആ മെറ്റീരിയലിൽ എത്ര എനർജി ഉണ്ടെന്നുള്ളത് ഒരിക്കലും മാറ്റമാകുന്ന കാര്യമല്ല. എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ളത് ആ നിശ്ചിത സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ലൈഫ് ടൈം കഴിയുമ്പോൾ ഡി എക്സൈറ്റ് ചെയ്യും എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ, ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലൊരു ബന്ധമുണ്ട് എന്നായിരുന്നു ഐൻസ്റ്റീൻ പറഞ്ഞിരുന്നത്. അതായത് B12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് അബ്സോർപ്ഷന്റെ സാധ്യത, പ്രോബബിലിറ്റി. B21 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റിമുലേറ്റഡ് എമിഷന്റെ സാധ്യത. അപ്പോ സ്പോണ്ടേനിയസ് എമിഷന്റെ സാധ്യതയും സ്റ്റിമുലേറ്റഡ് എമിഷന്റെ സാധ്യതയും ഒരേപോലെ തന്നെ ഉണ്ട് എന്നാണ് ഐൻസ്റ്റീന്റെ കോഎഫിഷ്യന്റ് നമുക്ക് നൽകുന്ന ഒരു ഉത്തരം. മറ്റൊരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സ്പോണ്ടേനിയസ് എമിഷൻ ഉണ്ടോ അതെന്ന് പറയുന്നത് സ്റ്റിമുലേറ്റഡ് എമിഷന്റെ നമ്പർ സാധ്യതയുമായിട്ട് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. അതായത് അവിടുത്തെ ഫ്രീക്വൻസി എത്രയാണെന്നും ആ ഫ്രീക്വൻസിയുടെ അല്ലെങ്കിൽ ആ ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സ്പോണ്ടേനിയസ് എമിഷൻ ആയിരിക്കും കൂടുക എന്നും ആ ഫ്രീക്വൻസി കുറവാണ് എങ്കിൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ ആയിരിക്കും സാധ്യത കൂടി കിട്ടുക എന്നുള്ള ഒരു കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, രണ്ട് എനർജി ലെവൽസ് ഉണ്ട് എങ്കിൽ ആ എനർജി ലെവലുകൾ അടുത്തടുത്താണ് എങ്കിൽ നമുക്ക് സ്പോണ്ടേനിയസ് എമിഷൻ കുറവും സ്റ്റിമുലേറ്റഡ് എമിഷൻ കൂടുതലുമായിരിക്കും. അതേസമയം ആ എനർജി ലെവലുകൾ വളരെ അകലത്തിലാണ് എങ്കിൽ അവിടെ സ്പോണ്ടേനിയസ് എമിഷൻ ആയിരിക്കും സാധ്യത കൂടുക, സ്റ്റിമുലേറ്റഡ് എമിഷന് സാധ്യത കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ എനർജി ലെവൽ വളരെ വ്യത്യാസമുണ്ട് എങ്കിൽ ലേസർ പരിപാടി നടക്കുകയില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ലേസർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേണം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ചിലതായിരുന്നു എന്തായിരുന്നു പോപ്പുലേഷൻ ഇൻവേർഷൻ, അതേപോലെ തന്നെ ഒപ്റ്റിക്കൽ പമ്പിങ് എന്താണ്. അപ്പോ നമ്മൾ പറഞ്ഞു രണ്ട് എനർജി ലെവൽസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബോൾസ്മാൻ ഫോളോ ചെയ്യുന്നുവെങ്കിൽ J അല്ലെങ്കിൽ M2/N1 എന്ന് പറയുന്നത് E⁻ EJ - EI ആയിരിക്കും. നമ്മൾ റിമെമ്പർ ചെയ്യേണ്ടതാണ്. അപ്പൊ ഒരു സ്റ്റാറിന്റെ ആവശ്യമുണ്ട്. ഒരു സ്റ്റാർ 30% സാധ്യതയുണ്ട് പരിശോധിക്കാൻ കേട്ടോ. അപ്പൊ ഒരു സ്റ്റാറിന്റെ സാധ്യതയുള്ള ഒരു കേസാണിത്. കാരണം ഇത് വെച്ചിട്ട് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഒക്കെ നമുക്ക് നടത്താൻ പറ്റും. അതേപോലെ തന്നെ ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് വെച്ചിട്ട് അത് നടത്തും. അത് ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റിന് നമുക്ക് ഏതാണ്ട് ഒരു 90% ചാൻസ് ഉള്ളതാണ്. 3 സ്റ്റാർ കൊടുക്കേണ്ടതാണ്. സോ ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റിന് 3 സ്റ്റാർസ് ആണ്. കാരണം നമുക്കിത് വളരെ വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. പലതരത്തിലുള്ള ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. എനിവേ അറിയാതെ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയതാണ്. അപ്പോ to emit photons which are in coherent or same phase, the number of atoms in the higher energy state must be greater than that of the ground state. അപ്പോ നമുക്ക് ഒരേ ഫേസിലുള്ള അല്ലെങ്കിൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ കൂടുതൽ നടക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കണമെങ്കിൽ ഹയർ എനർജി സ്റ്റേറ്റിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുതലായിരിക്കണം, അല്ലെ ആറ്റംസ് കൂട്ടണം. അതിന് നമ്മൾ ചെയ്യുന്നതാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന ടെക്നിക്ക്. അപ്പോ ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ. ഹയർ എനർജി സ്റ്റേറ്റില് ലോവർ എനർജി സ്റ്റേറ്റിനേക്കാൾ കൂടുതൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ നമുക്ക് വെക്കാൻ പറ്റുമെങ്കിൽ ആക്ച്വലി കോളിംഗ് ആസ് പോപ്പുലേഷൻ ഇൻവേർഷൻ. ഇനി ഈ പോപ്പുലേഷൻ ഇൻവേർഷൻ എങ്ങനെ നമുക്ക് സാധിക്കാം? പോപ്പുലേഷൻ ഇൻവേർഷൻ സാധിക്കണമെങ്കിൽ നമുക്കറിയാം അവിടുത്തെ എനർജി ഡെൻസിറ്റി കൂട്ടുക എന്നുള്ളതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ എനർജി ഡെൻസിറ്റി കൂട്ടാനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള എനർജി നമ്മൾ കൊടുക്കുക. അതില് ഏറ്റവും അധികം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പോപ്പുലേഷൻ ഇൻവേർഷൻ ടെക്നിക്കാണ് ഒപ്റ്റിക്കൽ പമ്പിംഗ്. ഉദാഹരണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടോ, ഉദാഹരണത്തിന് സിനോൺ ലാംപ്സോ അതല്ല എങ്കിൽ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് വഴിയോ നമ്മൾ എന്ത് ചെയ്യും? പമ്പിങ് നടത്താറുണ്ട്. അപ്പോ ഈ പോപ്പുലേഷൻ ഇൻവേർഷൻ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കും പൊതുവെ 3 ലെവൽ അറ്റോമിക് സിസ്റ്റത്തിലാണ്. ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നമുക്ക് കുറച്ച് ആറ്റംസ് ഉണ്ട്. എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ ഒപ്റ്റിക്കൽ പമ്പിങ് നടത്തി കഴിഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ഇതെല്ലാം പോകും. എന്നിട്ട് ആ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരും. എന്താണ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് നമ്മൾ വളരെയധികം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സ്റ്റെബിലിറ്റി ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മൈക്രോ സെക്കൻഡ് മുതൽ മില്ലി സെക്കൻഡ് വരെ നീണ്ടു നിൽക്കുന്ന ലൈഫ് ടൈം ഇതിനുണ്ടായിരിക്കും. അതായത് നാനോ സെക്കൻഡ് ടൈമിനുള്ളിൽ അത് ഡീപി ആയി പോവുകയില്ല. മില്ലി സെക്കൻഡ് ടൈം വരെ ഓരോ പാർട്ടിക്കിൾസ് നിൽക്കുന്നതുകൊണ്ട് there will be some kind of accumulation will be there in the metastable state. കണ്ടോ, എല്ലാം ഒരുമിച്ചായിരിക്കും 10⁻⁸ സെക്കൻഡില് സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴി താഴേക്ക് വരിക. സ്പോണ്ടേനിയസ് എമിഷൻ വഴി താഴേക്ക് വരിക. അപ്പൊ എന്താ പ്രത്യേകത? ആ ഒരു നിശ്ചിത സമയത്തേക്ക് എന്ന് പറഞ്ഞാൽ മില്ലി സെക്കൻഡ് ടൈം ഡ്യൂറേഷനിലേക്ക് നമുക്ക് പോപ്പുലേഷൻ ഇൻവേർഷൻ പോസിബിൾ ആകും. അപ്പൊ അത് നേരെ ഡീകേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിലുള്ള ലൈറ്റ്. പലപ്പോഴും എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരുന്നത് എപ്പോഴും സ്റ്റിമുലേറ്റഡ് എമിഷൻ ആകണമെന്ന്, സ്റ്റിമുലേറ്റഡ് അല്ല, സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുന്നത് എമിഷനിലൂടെ തന്നെ വരണം എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ചില കേസുകളിൽ എമിഷൻ ഇല്ലാതെ തന്നെ നമുക്ക് അത് വരാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള എമിഷൻ ഉണ്ടാവുകയില്ല, അല്ലാതെ തന്നെ അത് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോകും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ പിന്നീട് പറഞ്ഞത് എന്തുകൊണ്ടാണ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനുള്ള സാധ്യത. മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനുള്ള സാധ്യത ഞാൻ പറഞ്ഞു ഓൾറെഡി. 10⁻³ മൈക്രോ സെക്കൻഡ്, 10⁻³ എന്ന് പറഞ്ഞാൽ മില്ലി സെക്കൻഡ്, മൈക്രോ സെക്കൻഡ് മുതൽ മില്ലി സെക്കൻഡ് വരെ നീണ്ടു നിൽക്കുന്ന ലൈഫ് ടൈം ഇയാൾക്കുണ്ട്. അപ്പൊ അങ്ങനെ പോപ്പുലേഷൻ ഇൻവേർഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു ലേസർ ഉണ്ടാക്കണമെങ്കിൽ പോപ്പുലേഷൻ ഇൻവേർഷന് വേണ്ട പ്രധാനപ്പെട്ട സാധനങ്ങൾ വേണം. എന്ന് പറഞ്ഞാൽ ഒരു പമ്പിംഗ് മെത്തേഡ് നമുക്ക് വേണ്ടതാണ്. അപ്പൊ പമ്പിംഗ് മെത്തേഡിൽ പൊതുവെ നമ്മൾ ഒപ്റ്റിക്കൽ പമ്പിംഗ്, സിനോൺ ലാമ്പ് പൊതുവെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. റൂബി ലേസറിന്റെ കേസിലാണെങ്കിലും, ഹീലിയം നിയോൺ ലേസറിന്റെ കേസിലാണെങ്കിൽ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് വഴിയാണ് നമ്മൾ പമ്പിംഗ് നടത്തുന്നത്. അങ്ങനെ ചെറിയ വ്യത്യാസമുണ്ട്. ഇതിന് നമുക്ക് വേണ്ട ഒരു ലേസർ മീഡിയമാണ്. ആ ലേസർ മീഡിയം സോളിഡ് ആവാം, ലിക്വിഡ് ആകാം, അതേപോലെ തന്നെ ഗ്യാസും ആകാം. ഉദാഹരണത്തിന് സോളിഡ് ലേസർ മീഡിയമാണ് നമ്മളുടെ ഹീലിയം നിയോൺ ലേസറിന്റെ NdR. ഹീലിയം നിയോൺ ലേസറിന്റെ കേസിലാണ് നമ്മൾ വരുന്നത്. നമ്മൾ പൊതുവെ ലേസറിലൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഡൈലേസർ. പിന്നീട് നമുക്കറിയാം ലേസറിന്റെ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ, റെസൊണേറ്റർ ക്യാവിറ്റി നമുക്ക് ആവശ്യമാണ്. റെസൊണേറ്റർ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ 2 മിററുകളാണ്. അതിൽ ഒരു മിറർ 100% റിഫ്ലക്ഷനും മറ്റേ മിറർ 98 to 96% റിഫ്ലക്ഷനുമായിരുന്നു ഉപയോഗിക്കുന്നത്. ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കാം. ഞാൻ കുറച്ച് വേഗത്തിൽ പോകാനും കാരണം നമ്മളെല്ലാം നേരത്തെ പറഞ്ഞതാണ്. അപ്പോ പ്രിൻസിപ്പിൾ ഓഫ് ലേസർ എന്ന് പറയുന്ന അറ്റോമിക് സിസ്റ്റം എടുക്കുക, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്സ് എടുക്കുക, അത് 1 ആകാം 2 ആകാം, എന്നിട്ട് ഒപ്റ്റിക്കൽ പമ്പിംഗ് വഴി പോപ്പുലേഷൻ ഇൻവേർഷൻ നടത്തുക, സ്റ്റിമുലേറ്റഡ് എമിഷൻ ഉണ്ടാക്കുക, അതേപോലെ തന്നെ റെസൊണേറ്റഡ് ക്യാവിറ്റിയിലൂടെ റിഫ്ലക്ഷൻസ് നടത്തുക. നമുക്ക് എന്ത് കിട്ടി? ലേസർ കിട്ടി. അപ്പോ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ അകത്ത് വേണ്ടത്. The metastable state should all the time have larger number of atoms than the number of atoms in the lower state. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിന് മാത്രം മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റും അതേപോലെ തന്നെ ഗ്രൗണ്ട് സ്റ്റേറ്റും തമ്മിൽ മാത്രം നമ്മൾ നോക്കുമ്പോൾ ഈ പോപ്പുലേഷൻ ഇൻവേർഷൻ നമുക്ക് മതിയാകും. അതല്ലാതെ വേറെ ഏതെങ്കിലും എക്സൈറ്റഡ് സ്റ്റേറ്റിൽ കുറവും ഗ്രൗണ്ട് സ്റ്റേറ്റിൽ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലുമാണെങ്കിലും അങ്ങനെ പ്രശ്നമൊന്നും തന്നെ ഇല്ല. അപ്പൊ അങ്ങനെ നമ്മൾ ലേസർ ഉണ്ടാക്കി. ലേസറിന്റെ ഒരു സിമ്പിൾ പിക്ചർ ആയിരുന്നു നമ്മൾ പിന്നീട് അടുത്ത ക്ലാസ്സുകളിലൊക്കെ കാണിച്ചത്. ഒരു ഫുള്ളി റിഫ്ലക്റ്റിംഗ് മിറർ ഉണ്ടാകും, ഞാൻ പറഞ്ഞു 100% റിഫ്ലക്ഷൻ. പാർഷ്യലി റിഫ്ലക്റ്റിംഗ് മിറർ ഉണ്ടാകും, അത് ഇവിടെ ആയിരിക്കും. ഇതാണ് നമ്മളുടെ ആംപ്ലിഫയിങ് മീഡിയം അല്ലെങ്കിൽ ലേസിംഗ് മീഡിയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒപ്റ്റിക്കൽ ക്യാവിറ്റി ആണ് ഈ ഫുൾ അറേഞ്ച്മെന്റ് നമ്മൾ പറയുന്ന പേരാണ് ഒപ്റ്റിക്കൽ ക്യാവിറ്റി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിൽ ആദ്യത്തെ മെയിൻമാൻ കണ്ടെത്തിയ ആദ്യത്തെ ലേസർ സിസ്റ്റമാണ് നമ്മൾ കാണിച്ചിരുന്നത്. അതിന് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇങ്ങനെയൊക്കെ നമ്മൾ ലേസർ പറഞ്ഞാൽ ലേസറിന്റെ ഒരുപാട് പ്രത്യേകതകളിൽ ഒന്നാണ് അതിന്റെ സ്പെക്ട്രൽ പ്യൂരിറ്റി എന്ന് പറയുന്നത്. ആ സ്പെക്ട്രൽ പ്യൂരിറ്റി ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില ബ്രോഡനിങ് മെക്കാനിസം കൊണ്ട് ബ്രോഡഡ് ആകാം. എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി ഒരു പർട്ടിക്കുലർ വേവ് ലെങ്കിൽ തന്നെ നമുക്ക് ലേസിംഗ് ആക്ഷൻ അല്ലെങ്കിൽ ലേസറിന്റെ ഔട്ട്പുട്ട് കിട്ടും. ഉദാഹരണത്തിന്
632.8 നാനോമീറ്ററിൽ തന്നെ ഇലൻ നിയോൺ ലേസറിന്റെ ഔട്ട്പുട്ട് കിട്ടേണ്ടതാണ്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആംസ്ട്രോൺ ലെവലിലുള്ള ചെറിയ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ അതിനുള്ള സ്പെക്ട്രൽ ബ്രോഡനിങ്ങിന്റെ ഒരു സിമ്പിൾ കാര്യമായി നമ്മൾ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് ഉള്ള ഐഡിയൽ കണ്ടീഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും സ്പെക്ട്രമായിട്ട് നമുക്ക് ഇങ്ങനെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. അതിന് പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് നാച്ചുറൽ ബ്രോഡനിങ് എന്നൊക്കെ പറയുന്ന കാര്യം. അപ്പോൾ ബ്രോഡനിങ്ങിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ എത്ര ബ്രോഡനിങ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ശരിക്കും അവിടുത്തെ ഫുൾ വിഡ്ത് ഹാഫ് മാക്സിമം വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ബ്രോഡനിങ്ങിനെ തന്നെ ശരിക്കും രണ്ട് പ്രധാനപ്പെട്ട കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം. അതിലൊന്നാണ് ഹോമോജിനസും മറ്റൊന്ന് ഇൻഹോമോജിനസും. അപ്പൊ ഹോമോജിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ ആറ്റങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ബ്രോഡനിങ് ആണ് ഹോമോജിനസ് എന്ന് പറഞ്ഞാൽ ആ ലേസിംഗ് മീഡിയത്തിലെ എല്ലാ ആറ്റത്തിലും ഒരേപോലെ തന്നെ ഈ പ്രശ്നം ഉണ്ടാകും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ബ്രോഡനിങ്. നാച്ചുറൽ ബ്രോഡനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളുടെ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കൊണ്ടുണ്ടാകുന്ന ബ്രോഡനിങ് ആണ്. അത് എല്ലാ ആറ്റത്തിനും ഉണ്ടായിരിക്കും ഡ്യൂ ടു ദി ലൈഫ് ടൈം ഓഫ് ദി എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓർ ഈവൻ ദ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. എന്നാൽ എന്താണ് ഇൻഹോമോജിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അല്ല. അതേപോലെ തന്നെ ഇതിന്റെ അകത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, കൊളീഷൻ ഓർ പ്രഷർ ബ്രോഡനിങ്. നമ്മൾ കൊളീഷൻസ് കൊണ്ടും ഇതിനെന്ത് ചെയ്യാം, ഈ ബ്രോഡനിങ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ എന്താണ് നാച്ചുറൽ ബ്രോഡനിങ് എന്ന് പറഞ്ഞ ശേഷം നമുക്ക് ഇൻഹോമോജിനസിലേക്ക് ഒന്ന് വരാം. നാച്ചുറൽ ബ്രോഡനിങ് ഞാൻ പറഞ്ഞു ശരിക്കും നമ്മളുടെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അത് വെച്ചിട്ടാണ് അത് വരുന്നത്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചോളുക, കാരണം ഇത് ഉപയോഗിച്ച് നമുക്ക് എക്സാമിന് വരാം. എത്ര പെർസെൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 30 to 60% ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 2 സ്റ്റാർ. അപ്പോൾ അങ്ങനെ സപ്പോസ് 2 ലെവലുകൾ ഉണ്ട് എങ്കിൽ അതിന്റെ ലൈഫ് ടൈം T1 ഉം T2 ആണ് എങ്കിൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്മളുടെ ഫുൾ വിത്ത് ഹാഫ് മാക്സിമം എത്ര വ്യത്യാസം വരുന്നു എന്ന് ചോദിച്ചാൽ 1/2π × 1/T1 + 1/T2 ആയിരിക്കും. ഇനി കൊളീഷണൽ ഓർ പ്രഷർ ബ്രോഡനിങ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൊളീഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഒരു മെക്കാനിസം അവിടെ നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിലാക്സേഷൻ ടൈം വെച്ചായിരിക്കും അത് നമ്മൾ മെഷർ ചെയ്യുക. റിലാക്സേഷൻ ടൈം T1 ഉം T2 ഉം, അതായത് ഒരു എനർജി ലെവലിൽ T1 മറ്റേത് T2 ആണ് അവിടെ ഉണ്ടാകുന്നത് രീതിയിലായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ദിവസം ഫുൾ വിഡ്ത് ഹാഫ് മാക്സിമം അതൊക്കെ നമ്മൾ കണ്ടെത്തിയിരുന്നു. പിന്നെ കൊളീഷനിലോ പ്രഷർ ബ്രോഡനിങ്ങിനെ നമ്മൾ കുറച്ചുകൂടെ നോക്കിക്കഴിഞ്ഞാൽ വേറെ ചില ബ്രോഡനിങ് മെക്കാനിസം, അതായത് ഇൻഹോമോജിനസ് മെക്കാനിസത്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതായത് ഇത് പറയുന്നത് ശരിക്കും ഡോപ്ലർ ബ്രോഡനിങ് ആണ് ഇൻഹോമോജിനസിന്റെ എക്സാമ്പിൾ. അപ്പൊ എന്തുകൊണ്ടാണ് ഡോപ്ലർ ബ്രോഡനിങ് ഉണ്ടാകുന്നത് ചോദിച്ചാൽ, ഇൻഹോമോജിനസ് ബ്രോഡനിങ് എന്തുകൊണ്ടുണ്ടാകും എന്ന് ചോദിച്ചാല് ശരിക്കും അത് ഹോമോജിനസ് ആയിട്ട് ആ സബ്സ്റ്റൻസിൽ മുഴുവൻ ഉണ്ടാകുന്നതല്ല. ഒരു നിശ്ചിത ആറ്റങ്ങള് ഒരു ഡയറക്ഷനിലുള്ള മൂവ്മെന്റ് കൊണ്ട് ഡോപ്ലർ ഷിഫ്റ്റ് ഉണ്ടാകും. ആ ഡോപ്ലർ ഷിഫ്റ്റ് കൊണ്ട് നമുക്ക് അനുഭവപ്പെടുക അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ബ്രോഡനിങ് ആണ് ഇൻഹോമോജിനസ് ബ്രോഡനിങ്. അപ്പൊ ഈ ഇൻഹോമോജിനസ് ബ്രോഡനിങ്ങിന്റെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ത്രൂ ഔട്ട് ആ ക്യാവിറ്റിയിലുള്ള ഒരു കാര്യമല്ല, ആ പർട്ടിക്കുലർ ആറ്റങ്ങളുടെ ഒരു മൂവ്മെന്റ് കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ അതിന്റെ പർട്ടിക്കുലർ വെലോസിറ്റി കൊണ്ട് വരുന്നതാണ്. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ കുറെ ആറ്റങ്ങൾ അല്ലെങ്കിൽ മോളിക്യൂളുകൾ ഡിറ്റക്ടറിനടുത്തേക്ക് ഒരു നിശ്ചിത വെലോസിറ്റിയിൽ മൂവ് ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന ബ്രോഡനിങ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം ആ ബ്രോഡനിങ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ആയിരുന്നു ഇത്. നമ്മൾ ഓർത്തിരുന്നുള്ളതാ. ഇത് പക്ഷേ എക്സാമിന് എത്ര പ്രാധാന്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഏതാണ്ട് 30% സാധ്യതയാണ് നമ്മൾ ഇതിന് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ഇത് വെച്ചിട്ട് നമ്മളിത് പ്രോബ്ലം ഒക്കെ ചെയ്തിരുന്നു. അടുത്ത ക്ലാസ്സുകളിൽ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ അങ്ങനെ ഹോമോജനസും ഇൻഹോമോജനസും ഞാൻ ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ കൊണ്ട് മാത്രം, അതായത് നമ്മളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു നിശ്ചിത കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ട് നമ്മൾ നിർത്തി. ഇനി അതിനുശേഷം നമുക്ക് സിലബസിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു പൾസ് ലേസേഴ്സ് എന്തിനാണ്, അല്ലെങ്കിൽ പൾസ് ലേസേഴ്സിന്റെ ആവശ്യകത എന്താണ്. നമ്മൾ ശരിക്കും ലേസർ അല്ലെങ്കിൽ ലേസിംഗ് ആക്ഷൻ പഠിക്കുമ്പോൾ കണ്ടിന്യൂസ് ലേസേഴ്സ് ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. കണ്ടിന്യൂസ് ലേസേഴ്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം കുറേ സമയത്തേക്ക് നമുക്ക് ലേസർ വന്നുകൊണ്ടേയിരിക്കും.
അതായത് ഒരു കാരണവശാലും അതിന്റെ ബ്രേക്ക് ഉണ്ടാവുകയില്ല. പൾസ്ഡ് ലേസേഴ്സിന്റെ പ്രത്യേകത വളരെ ഷോർട്ട് ടൈമിലേക്കായിരിക്കും ഈ ലേസേഴ്സ് നമുക്ക് കിട്ടുക. അങ്ങനെ ഷോർട്ട് ടൈമിലേക്ക് നമുക്ക് ലേസേഴ്സ് വന്നു കഴിഞ്ഞാലുള്ള പ്രത്യേകത അതിന്റെ അതിന്റെ പവർ വളരെ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ ഷോർട്ട് ടൈം ആക്കി കഴിഞ്ഞാൽ അതിന്റെ പവർ വളരെ കൂടും. പവർ കൂടിക്കഴിഞ്ഞാലുള്ള പ്രത്യേകത പല രീതിയിലുള്ള മെറ്റീരിയൽ ലൈറ്റ് ഇന്ററാക്ഷൻ, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ലൈറ്റ് സർഫസ് ഇന്ററാക്ഷൻസ് അവിടെ ഉണ്ടാകും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പൾസ് ഡ്യൂറേഷനും അതേപോലെ തന്നെ തെർമൽ പെനിട്രേഷൻ ഡെപ്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൾസ് ഡ്യൂറേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് തെർമൽ പെനിട്രേഷൻ ഡെപ്ത് ഏതാണ്ട് 10⁻³ ഒക്കെയാണ് വരിക. എന്നാൽ പൾസ് ഡ്യൂറേഷൻ നമ്മൾ കുറഞ്ഞ് ഏതാണ്ട് നാനോ സെക്കൻഡിലോ അല്ലെങ്കിൽ ഫെംറ്റോ സെക്കൻഡിലോ പിക്കോ സെക്കൻഡ് റേഞ്ചിലോ ഒക്കെ വരുമ്പോൾ തെർമൽ പെനിട്രേഷൻ ഡെപ്ത് വളരെ വളരെ കുറവായിരിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വി ക്യാൻ കട്ട് ദ സബ്സ്റ്റൻസ് ഓർ മെറ്റീരിയൽ വിത്ത് ആക്യുറസി ഓഫ് ആംസ്ട്രംസ് ഈവൻ. ആംസ്ട്രം റേഞ്ചിലുള്ള ആക്യുറസിയിൽ നമുക്കൊരു സബ്സ്റ്റൻസിനെ അബലേറ്റ് ചെയ്യാനായി സാധിക്കും. ഇവിടെയാണെങ്കിൽ അലുമിനിയത്തിന്റെ കേസിലാണെങ്കിൽ നാനോ ലെവൽ റേഞ്ചിൽ നമുക്ക് ആ സബ്സ്റ്റൻസിനെ അബലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ലേസർ ലിത്തോഗ്രഫിക് ടെക്നിക്കുകളിൽ ഉപയോഗിക്കുന്നത്. ലേസർ ലിത്തോഗ്രഫിക് ടെക്നിക്കുകളാണ് നമ്മളുടെ IC ചിപ്സുകളിലും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് പഠിക്കേണ്ടതൊന്നുമില്ല. എങ്ങനെ ഈ പൾസ്ഡ് ലേസർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ അതിന്റെ 1-2 ഗ്രാഫുകളായിരുന്നു നമ്മളിവിടെ പറഞ്ഞിരുന്നത്. അതായത് ടൈം കൂടിക്കഴിഞ്ഞാല് എത്രയായിരിക്കും അതിന്റെ എനർജി വേരിയേഷൻ, അല്ലെങ്കിൽ എത്രയായിരിക്കും അതിന്റെ ലേസർ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കുറെ ഡ്യൂറേഷനിൽ നമ്മൾ ലൈറ്റ് വരുമ്പോഴുള്ള പ്രത്യേകത അവിടുത്തെ ലേസർ ഇന്റൻസിറ്റി വളരെ കുറവായിരിക്കും. ഒരു ആർബിറ്ററി യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ കുറച്ച് സമയത്തേക്കാണെങ്കിൽ അതിന്റെ ലേസർ ഇന്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും. ദാറ്റ് വിൽ ബി വെരി വെരി ഹൈ. അങ്ങനെ ഇന്റൻസിറ്റി കൂടിയാൽ അവിടുത്തെ ടെമ്പറേച്ചർ കൂടും. അതാണ് ഇവിടെ ഇവിടുത്തെ കാണിക്കുന്നത്. അതായത് പൊസിഷൻ ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ ടെമ്പറേച്ചർ വ്യത്യാസം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വളരെ ഹൈ ആവും, നമ്മളുടെ ടൈം വളരെ കുറയ്ക്കുകയാണ്. ടൈം വളരെ കൂടുകയാണെങ്കിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും. ആ ടെമ്പറേച്ചർ തന്നെ ഒരു വലിയ ഏരിയയിൽ കവേർഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാല് ഒരു സാധനം ലേസർ വെച്ച് കട്ട് ചെയ്യുമ്പോൾ കൃത്യമായി ഭയങ്കര പ്രിസിഷൻ നമുക്ക് കിട്ടും, മറ്റേതിൽ കിട്ടില്ല. അതാണ് പൾസ്ഡ് ലേസറിന്റെ ഒരു ആവശ്യകത വരുന്നത്.